ഹായ് ഓൾ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സക്സസ് ആയ കാര്യം ഞാൻ നിങ്ങളെയൊക്കെ അറിയിച്ചായിരുന്നല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും നേടാൻ പറ്റാതെ നമ്മൾ അവസാനം സക്സസ് ആകുമ്പോൾ ഉള്ളൊരു വിജയത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സക്സസ് ആയി. പിന്നെ എനിക്കിപ്പം മനസ്സിലായൊരു കാര്യം, ഇത് എപ്പോഴൊക്കെ എനിക്കിപ്പോൾ അടുക്കളയിരുന്നാൽ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിനോടാണ് എനിക്കിപ്പോൾ കൂടുതൽ താല്പര്യം. കാരണം വളരെ എളുപ്പമാണ് നമ്മുടെ ഒരു അടുക്കള ജീവിതത്തിൽ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊരു കറി വെക്കാൻ പോകണം, ഒരു മീൻ കറി വേണം, അല്ലെങ്കിൽ ഒരു ഒഴിച്ചു കറി കഴിക്കാനൊരു കറി വേണം, ഒരു തോരൻ വേണം. ഇതാകുമ്പോൾ ഒന്നും വേണ്ടായില്ല, എല്ലാം കൂടി ചട്ടിക്കകത്തോട്ടിട്ടോ ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിവേ ഇരുന്നപ്പോഴാണ് വിജിയും കുഞ്ഞുങ്ങളും ഒക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജി വേണേ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു വേണ്ടാന്ന്, പിന്നെ പറഞ്ഞു വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വാരിയൊക്കെ കൊടുത്തതാണ്. പിന്നെ എന്നാ പറയുന്നേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നത് ഇന്നലെയാണ്. ഞാൻ ഈ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റിലാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ താപ്പോട്ട് നോക്കിയിരുന്ന് കണ്ണുരുട്ടുന്നതും ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നതും ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം ഫോൺ ഞാൻ സ്റ്റാൻഡേലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയ ഈ ചിക്കൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേ റിയയുടെ മനസ്സിൽ ലഡ് പൊട്ടിയിട്ട് റിയ എൻ്റെ മണ്ടക്കോട്ട് ചാടിക്കയറുന്ന ആക്രാന്തത്തിൽ വല്ലതും ആ ഫോണും സ്റ്റാൻഡും താഴെ പോകുമല്ലോ ഓർത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയയെ കണ്ണുരുട്ടി പേടിപ്പിച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ എന്നോട് ഇടയ്ക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു, അയ്യോ എന്നോ പറ്റി മുഖത്ത് മൊത്തം കുരുവാണല്ലോ, പിമ്പിൾസ് വന്നല്ലോ എന്ന്. ആക്ച്വലി എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ടീനേജ് ടൈമിൽ പോലും എനിക്കിങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴെനിക്ക് അറിയത്തില്ല എന്നാന്ന്, ഹോർമോൺ ചേഞ്ചസോ വല്ലതും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷനൊന്നുമില്ല.